ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ വഴക്ക് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അച്ഛനും മോനും അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ചേട്ടനുമായിട്ട് അല്ലെങ്കിൽ അനിയനുമായിട്ടുള്ള വഴക്ക്, അനിയത്തിയുമായിട്ട് അങ്ങനെ എന്തൊക്കെയോ വഴക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തോ അവസാനിപ്പിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ന്യായം ലഭിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ ഒരാൾ മറ്റൊരാളോട് വഴക്കിടുന്നത് എന്തിനെന്ന് വെച്ചാൽ, അതായത് വീട്ടിലൊരു സഹോദരനുണ്ട്. സഹോദരൻ്റെ മാരേജിന് മുന്നേ തന്നെ നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓൾറെഡി അവർക്ക് ദേഷ്യം വരത്തില്ലേ? കാരണം ഞാനിരിക്കുമ്പോൾ എൻ്റെ അനിയൻ മാരേജ് ചെയ്തു പോകുന്നു. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാവാനും സാധ്യതയുണ്ട്. ഇതല്ല എങ്കിൽ ഇവരുടെ വീട്ടിൽ ആരെങ്കിലും ലവ് മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പേരും പറഞ്ഞ് ഈ നിങ്ങളുടെ പേഴ്സൺ വഴക്കിടുന്നിട്ട് അവർ ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് ചെയ്താൽ എന്താ കുഴപ്പം, ലവ് മാരേജ് എന്നുള്ള രീതിയിൽ വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇന്നത്തെ ദിവസം ഇവരുടെ മൂഡ് വളരെ മോശമായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് ഫെസ്റ്റിവലിൻ്റെ സീസണും കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എനർജി വൈസ് നോക്കുകയാണ് എങ്കിൽ ഹെവിനെസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പോലും ഇവരുടെ മൂഡ് വളരെ മോശമായിരിക്കും. കാരണം ശനി ഭഗവാനും സൂര്യഭഗവാനും രാശി തമ്മിൽ മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു എനർജിയിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും അച്ഛനും മോനും തമ്മിൽ വഴക്ക്. അതായത് സൂര്യഭഗവാന്റെ രാശിയിലോട്ട് ശനി ഭഗവാൻ പോവുകയാണ്. സൂര്യഭഗവാന്റെ പുത്രനാണ് ശനി ഭഗവാൻ. അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് പറ്റുന്നില്ല. അത് കാരണം ഇവിടെ ആ ഒരു എനർജിയുടെ ആ ഒരു എഫക്റ്റ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ അച്ഛനും മോനുമായിട്ട് വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. മിക്കവാറുടെയും ആൾക്കാരുടെയും രാശി എടുത്ത് നോക്കുമ്പോൾ അച്ഛനും മോനും അല്ലെങ്കിൽ ചേട്ടനും അനിയനും അങ്ങനെ ഒരു വഴക്കുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ നിങ്ങൾ ചുറ്റിലുമുള്ള ഇതിൽ നോക്കിയാലും മതി. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ അച്ഛനും മോനും അനിയനും ചേട്ടനും തമ്മിൽ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുക അപ്രതീക്ഷിതമായിട്ട്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തോ ഒരു ട്രിഗർ ലഭിച്ചത് കാരണം ഇവരുടെ വൈബ്സ് വളരെ നല്ലതായിട്ടല്ല കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു പ്രശ്നം ഇവർക്ക് ഇന്നത്തെ ദിവസം നേരിടേണ്ടി വന്നു. അത് കാരണം ഇവരുടെ മൂഡ് മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇവരുടെ ആ ഒരു സ്നേഹത്തിനെ കുറിച്ച് ആലോചിച്ച് കൺഫ്യൂഷനിലാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അത് ആലോചിച്ച് കൺഫ്യൂഷനിലാണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിന്. ഇവിടെ ഇവരുടെ ഇഷ്ടപ്രകാരം മാരേജ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ലല്ലോ, ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കണം, ഇല്ല എങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന ആളെ കല്യാണം കഴിക്കണം. അതാലോചിച്ച് കൺഫ്യൂഷനിലാണിവർ. വളരെയധികം ഒബ്സ്റ്റിക്കൽസ് ഇവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഡെസ്റ്റിനിയിൽ എന്തോ സംഭവിക്കണമെന്നുണ്ടായിരുന്നു, അത് സംഭവിച്ചു. അത് കാരണം ഇവർ വളരെയധികം ഡിസ്റ്റർബാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ശനി മകരാജോ എന്ന് പറയുന്നത് കർമ്മഫലദാതാവാണ്. അപ്പോൾ ഇവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവർക്ക് വളരെ ഹോപ്പുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും വഴക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഇവർ എന്തൊക്കെയാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അതെല്ലാം അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഇതിൽ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചല്ല എങ്കിൽ ഇവരുടെ ഇഷ്ടത്തിന് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പേടിച്ച് പിന്മാറുന്നതിന് പകരം സ്റ്റാൻഡ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ 24 മണിക്കൂർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളുമായിട്ട് ഒന്നാവണം, ഇത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. ഇവിടെ ഇവർ എത്ര തന്നെ ട്രാപ്ഡ് സിറ്റുവേഷനിലായാലും സ്ട്രെങ്തോടു കൂടി നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനർജി വളരെ ഹെവിയാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് കാണാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്.
ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവർ വളരെയധികം ഡിസ്റ്റർബ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളത് അവരെല്ലാം ക്ലെയിം ചെയ്യുക, യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇവർ കുറച്ച് ഡിസ്റ്റർബായിട്ടുള്ള അവസ്ഥയിലാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നേരെയാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഈ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചില നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി എന്തോ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീരുമാനം എടുക്കാത്തവർ ഉടനെ തന്നെ തീരുമാനം എടുക്കുന്നതാണ്. തീരുമാനം എടുത്തവർ അതിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാക്സിമം ഇവർ ശ്രമിക്കും, എന്നിട്ടും നടന്നില്ല എങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ ഇവരുടെ ഫാമിലി സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. ഇവിടെ ഇവർ ഉറപ്പായിട്ടും ഇവരുടെ ആ ഒരു ബന്ധത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റിലുള്ളവർക്കും ഹെവി എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചെറുതായിട്ട്. പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള അത്ര ഇല്ല ഹെവി എനർജി, കുറച്ച് ചെറുതായിട്ടൊന്ന് ഹെവി എനർജിയെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ദുഃഖത്തിലാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യവും പറയാൻ പോകരുത്. അവർക്ക് കൂടുതൽ ദുഃഖം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പവറുണ്ട്. അതായത് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. വിഷമിച്ചിങ്ങനെ ഇരിക്കാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് ആ ഒരു കാര്യങ്ങളിൽ മാറ്റം വരുത്തി ഒന്നും കൂടെ ശ്രമിച്ച് നോക്കുക. ഇതിനു മുമ്പേ നിങ്ങൾ ഇതിനെക്കാട്ടി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത ആളാണ്. അപ്പോൾ എങ്ങനെ അതിനെ പോസിറ്റീവ് ആക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ആക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളിൽ പല ആൾക്കാരും എന്താണോ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയധികം ഒരു അന്ധകാരമാണ്, അത് ഇരുട്ടാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെളിച്ചം ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പറയുന്ന എന്താണോ അത് കേൾക്കുക. നിങ്ങളെ നേരെയാക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഈ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഒരു സിറ്റുവേഷനിലും സ്റ്റക്കായിട്ടിരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരിക്കലും കഠോരമാക്കി മാറ്റരുത്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു, നിങ്ങളുടെ കണ്ണിൽ പിന്നെ എല്ലാവരും അതുപോലെ ആൾക്കാരായി മാറും. അതായത് അവർ അങ്ങനെ ചെയ്തു, ഇവരും അങ്ങനെ ചെയ്യും. അങ്ങനെ എല്ലാവരെയും തെറ്റുകാരാക്കരുത്. ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാത്രം പറയുക, എല്ലാവരെയും കുറ്റക്കാരാക്കരുത്. ഇനി അവർ തെറ്റ് ചെയ്തു, നിങ്ങളോട് മാപ്പ് പറഞ്ഞു, അങ്ങനെ അവർ മാപ്പ് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതുവരെ ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.